പരാജയങ്ങളെ സാധാരണ സംഭവങ്ങളായി കണക്കാക്കി അടിപതറാതെ ശുഭപ്രതീക്ഷകളുമായി ജീവിതത്തെ നേരിടുക. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആത്മവിശ്വാസം കൈവിടാതെ പ്രവർത്തിച്ചാൽ അവിശ്വസനീയം എന്ന് നമ്മൾ കരുതുന്നത് പോലും നമ്മളിൽ എത്തിച്ചേരും എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തിൽ കലഹം പലവിധം ഉണ്ടെങ്കിലും അനുസരണയില്ലാത്ത സ്വന്തം മനസ്സിനോട് കലഹിക്കുന്നതിനേക്കാൾ ക്ലേശം മറ്റൊന്നിനുമില്ല. നമ്മുടെ പരാജയങ്ങളിലും തകർച്ചകളിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരെ മറക്കാതിരിക്കുക. അവർ ആരും നമ്മളിൽ ഉള്ളതിനെ സ്നേഹിച്ചു വന്നവരല്ല, നമ്മളെ സ്നേഹിച്ച് വന്നവരാണ്. ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും കരയരുത്. അത് സൗഹൃദമായാലും ബന്ധങ്ങളിലായാലും. അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സമയവും ഊർജവുമാണ്. എത്ര നിസ്സാര കാര്യമായാലും നമ്മുടെ വിലപ്പെട്ട സമയം കളയാൻ പാടില്ല. മറവി കൊണ്ട് മുറിവുണക്കാമെന്നത് വേദനിപ്പിച്ചവരുടെ മാത്രം വ്യാമോഹമാണ്. വേദനയേറ്റവൻ്റെ ഓർമ്മകൾക്ക് കാലം മൂർച്ച കൂട്ടുന്നു. തെറ്റ് ചെയ്തതിന് ക്ഷമ ചോദിക്കാൻ പഠിക്കുക. അതെത്ര ചെറിയ തെറ്റാണെങ്കിൽ പോലും. എനിക്കൊരു കഴിവുമില്ല, ഞാൻ നിസ്സാരനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ വേറെ ഒരാൾക്ക് മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവി കൊള്ളുന്നത്. ഒറ്റയ്ക്കാവുക എന്നാൽ കരുത്തരാവുക എന്നുകൂടിയാണ്. സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലും. നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം നമ്മുടെ മനോഭാവം മാത്രമാണ്. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ഓരോ പാഠങ്ങളാണ്. ചിലർ സ്നേഹം എന്തെന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു. കുട്ടികൾക്ക് 2 കാര്യങ്ങൾ പകർന്നു നൽകുക. ആദ്യത്തേത് ഉറച്ചു നിൽക്കാൻ ആവശ്യമായ വേരുകൾ, രണ്ടാമത്തേത് പറന്നുയരാൻ ചിറകുകൾ. ചില വാക്കുകൾക്ക് അങ്ങനെയൊരു പ്രത്യേകതയുണ്ട്. പറഞ്ഞയാൾ മറന്നു പോകുമെങ്കിലും കേട്ടയാൾ അത് കാലങ്ങളോളം ഓർമ്മയിൽ സൂക്ഷിക്കും. വിധിയെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല, പക്ഷേ സ്വഭാവത്തെ നമുക്ക് മാറ്റാൻ കഴിയും. അത് വിധിയെ മാറ്റിമറിക്കും. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ലോകത്ത് എന്തു തന്നെ വിലപ്പെട്ടതാണെങ്കിലും ഉറക്കം, സമാധാനം, സന്തോഷം എന്നിവയേക്കാൾ വലുതായി ഒന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിപക്ഷവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സമയം എടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. സ്വപ്നം കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനും സാധിക്കും. കഴിഞ്ഞുപോയ ദിനങ്ങളെല്ലാം നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങളായിരുന്നു എന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം. നിങ്ങളുടെ മനസ്സിൻ്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക. ചിന്തകൾ കടന്നു വരുന്നത് പോലെ കടന്നു പോകുവാനും അനുവാദം നൽകുക. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല, എല്ലാം എന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ്.